കൊച്ചിയിൽ കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ മകനും കുടുംബവും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേതൻ നമ്മൾക്കൊപ്പം ഏരൂരിൽ നിന്ന് ചേരുകയാണ്. ചേതൻ, എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സംഭവങ്ങൾ? പോലീസ് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? ഈ കിടപ്പ് രോഗിയായ അച്ഛൻ ഈ സംഭവത്തെക്കുറിച്ച് പോലീസിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ശരത്, ഈ ഏരൂരിലുണ്ട് ഈ വിഷയത്തിൽ കിടപ്പ് രോഗിയായ അച്ഛൻ ഷൺമുഖനെ ഇപ്പോൾ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സക്കായി മാറ്റിയിട്ടുണ്ട്. ആരോഗ്യപരമായി വളരെ ക്ഷീണിതനാണ്. സോഡിയം ലെവലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ വാടക കുടിശ്ശികയുള്ളതിനാൽ ഈ മകൻ അജിത്തിനെ ഈ ഹൗസ് ഓണറും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഈ ഹൗസ് ഓണർ പോലീസിൽ പരാതിപ്പെടുകയും ഈ മകനായ അജിത്ത് ഇവിടെ നിന്ന് മാറുകയായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഇവിടെ സംഭവിച്ചത് ഈ വീട്ടിലെ എല്ലാ ഗൃഹോപകരണങ്ങളൊക്കെ മാറ്റുകയും ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം സ്വന്തം അച്ഛനെ, അതായത് കിടപ്പ് രോഗിയും വൃദ്ധനുമായ അച്ഛൻ ഷൺമുഖനെ ഇവിടെ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. 24 മണിക്കൂറോളം അദ്ദേഹം ജലപാനം പോലും ഇല്ലാതെ ഇവിടെ കിടക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഈ ഹൗസ് ഓണർ ഈ വീട് തുറന്നു നോക്കുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ കിടന്നിരിക്കുന്നത് കണ്ടത്. ഉടനെ തന്നെ ഈ ഹൗസ് ഓണർ പോലീസിനെയും അതുപോലെ തന്നെ നഗരസഭാ ജീവനക്കാരെ ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസും അതുപോലെ തന്നെ ഈ വാർഡ് കൗൺസിലറും വാർഡ് മുനിസിപ്പൽ ചെയർമാനായ പ്രദീപ് കുമാറൊക്കെ ഇവിടെ എത്തുകയുണ്ടായി. പോലീസ് ഏതായാലും ഈ വിഷയം ഇങ്ങനെ ചെയ്യുമ്പോൾ മകൻ ഈ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത്? അദ്ദേഹത്തിന് ആരെങ്കിലും വരുമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഏതെങ്കിലും തരത്തിലൊരു സൂചന എന്താണ്? അതേക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടോ? ശരത്, നമ്മൾ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അപ്പോൾ പാലിയേറ്റീവിലെ ജീവനക്കാർ പറഞ്ഞത് അദ്ദേഹത്തിന് സംസാരിക്കാൻ ചില അവശതകളുണ്ട്. അദ്ദേഹത്തോട് ഇപ്പോൾ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട. ഏതായാലും അദ്ദേഹം ആരോഗ്യപരമായി വളരെ ക്ഷീണിതനായിരുന്നു. സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അദ്ദേഹം ഈ ഹൗസ് ഓണർ ആദ്യമായി ഇയാളെ ഈ കിടപ്പ് രോഗിയെ കാണുമ്പോൾ വളരെ ക്ഷീണിതനായിരുന്നു. വെള്ളം വേണമെന്ന് ചോദിച്ചപ്പോൾ ഉടനെ തനിക്ക് കൈകൊണ്ട് കാണിക്കുകയായിരുന്നു. അതായത് തൊട്ട് സമീപത്ത് വെള്ളമുണ്ടെങ്കിലും ഈ വെള്ളം എടുക്കാൻ പറ്റാത്ത, ഒരു കൈ നീട്ടി എടുക്കാൻ പറ്റാത്ത ഒരു കിടപ്പ് രോഗിയാണ് ഈ ഷൺമുഖൻ. ഇപ്പോൾ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസും സ്ഥലത്തെത്തുകയും ഈ മകനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് എത്ര മക്കളാണ് ഇദ്ദേഹത്തിന്? മക്കളാണുള്ളത്, 2 പെൺകുട്ടികളും ഈ ഷൺമുഖന് 3 മക്കളാണ്. മറ്റുള്ളവരോ? അതെ, ഈ ഷൺമുഖന് 3 മക്കളാണുള്ളത്, 2 പെൺകുട്ടികളും മകനും. മകൻ അജിത്താണ് ഇദ്ദേഹത്തിനെ പരിചരിക്കുന്നത്. 2 പെൺമക്കളും ഇവിടെ എറണാകുളംകാരാണ്, പെൺകുട്ടികളാണ്. പക്ഷെങ്കിൽ ഈ വിവരം പറഞ്ഞ് പോലീസ് ഈ 3 മക്കളെയും വിളിച്ചു. ഈ 3 മക്കളും ഈ അച്ഛനെ ഏറ്റെടുക്കുവാൻ തയ്യാറല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മകനെ ഈ സ്ഥലത്തില്ല. ഈ മുങ്ങിയ കുടുംബത്തോടൊപ്പം മുങ്ങി എന്ന് പറഞ്ഞ അജിത്ത്, ഇവര് ഏത് നാട്ടുകാരാണ്? അതെ, ഈ വാടക വീട്ടിലാണ് ഇവർ. ഈ വാടക വീട്ടിൽ കഴിയുകയായിരുന്നു. ഈ ജില്ലക്കാർ തന്നെയാണ്. ഈ അദ്ദേഹത്തെ ഈ പോലീസ് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പോലീസ് ഈ അജിത്ത് പറഞ്ഞത് താനിപ്പോൾ വേളാങ്കണ്ണിയിലാണെന്നും ഉടനെ സ്ഥലത്തെത്തിയാൽ അച്ഛനെ ഏറ്റെടുക്കാമെന്നുമാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ നിയമപരമായി വലിയൊരു പ്രശ്നമുണ്ട്. അതായത് കിടപ്പ് രോഗിയായ അച്ഛനെയും അതുപോലെ തന്നെ വൃദ്ധരായ അച്ഛനെയും അമ്മയും നോക്കേണ്ടത് മക്കളുടെ ചുമതലയാണ്. അത് ലീഗലി ബൈൻഡാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ വാർഡ് കൗൺസിലും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് അച്ഛനെ ഉപേക്ഷിച്ച്, കിടപ്പ് രോഗിയെ അച്ഛനെ ഉപേക്ഷിച്ച് പോയ ആൾ തീർത്ഥാടനത്തിന് പോയി, അല്ലെങ്കിൽ വേളാങ്കണ്ണിയിലാണെന്ന് പോലീസിനോട് പറഞ്ഞു, തിരികെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ അയാൾക്കെതിരെ കേസും കാര്യങ്ങളും ഉണ്ട്. കാരണം ഇത് ഉപേക്ഷിച്ച് പോയതാണ്, പിടിക്കപ്പെടുന്നൊരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതെന്ന് വിചാരിക്കാം. മറ്റ് 2 മക്കൾ പോലീസിനോടും അടക്കം അല്ലെങ്കിൽ മറ്റുള്ളവരോടും പറഞ്ഞോ ഈ അച്ഛനെ ഏറ്റെടുക്കാൻ തയ്യാറേ അല്ല എന്ന്? 2 പെൺമക്കൾ. അതെ, ഈ 2 പെൺമക്കളും പറഞ്ഞു. 2 മക്കളെയും ഈ വിഷയം പറഞ്ഞ് പോലീസ് വിളിക്കുകയുണ്ടായി. രണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഫോ പാർക്ക് ജീവനക്കാർ എന്നാണ്. ഈ 2 മക്കളും ഈ അച്ഛനെ ഏറ്റെടുക്കാൻ തയ്യാറല്ല. കൂടാതെ ഈ 2 പെൺമക്കളും ഈ അജിത്തുമായി ചില കുടുംബ പ്രശ്നങ്ങളുണ്ട്. ഈ അച്ഛനെ കാണാൻ വരുമ്പോഴൊക്കെ ഈ അജിത്ത് ബഹളം വെക്കുമായിരുന്നു. ഈ പെൺകുട്ടികളെ അച്ഛനെ കാണിക്കണ്ട എന്ന നിലപാടിൽ തന്നെയാണ് അജിത്തുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ 4 മാസത്തെ വാടക കുടിശ്ശികയുടെ പേരിൽ ഈ അജിത്തിനോട് ഇവിടെ നിന്ന്
നിന്ന് മാറി താമസിക്കുവാൻ ഹൗസ് ഓണർ നിർദ്ദേശിച്ചത് ധാരാളം സമയം, അതായത് കിടപ്പ് രോഗി ഉള്ളതിനാൽ ഈ ധാരാളം സമയം ഈ ഹൗസ് ഓണർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ വാർഡ് കൗൺസിലർ നേരത്തെ അത് ചേതനത് സൂചിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. മക്കളെ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് ഈ അച്ഛനെ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് മറ്റു മക്കളും പറഞ്ഞതായി അറിയുന്നു. അച്ഛനെ ഉപേക്ഷിച്ച് മുങ്ങിയ മകനും കുടുംബവും തീർത്ഥാടനത്തിലാണ് വേളാങ്കണ്ണിയിൽ എന്ന മട്ടിലൊക്കെ പോലീസിനോട് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും ഇതിൻ്റെ കുറെ കൂടി വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്.